ഈ നിമിഷം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം സാക്ഷാൽ പ്രപഞ്ചം നിങ്ങളെ ഈ സന്ദേശം കേൾക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. നിങ്ങൾ പരമഭാഗ്യവാനാണ്. ഈ സന്ദേശത്തിലൂടെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒരു പവിത്രമായ ആത്മാവാണ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, ഒരു കാന്തം മറ്റൊരു കാന്തത്തെ ആകർഷിക്കുന്നത് പോലെ ഈ നിമിഷം നിങ്ങൾ സന്തോഷങ്ങളെ നിങ്ങളുടെ ദിഗെ ആകർഷിക്കുകയാണ്. നിങ്ങൾക്കതിന്റെ അനുഭൂതിയുമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം, മറ്റുള്ളവരോടുള്ള പവിത്രമായ വികാരങ്ങൾ എന്നിവയോടെ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്കിതിന്റെ ഫലം തീർച്ചയായും ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ ദിവ്യസ്നേഹമില്ലാതെ അപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളുടെ ദിവ്യസ്നേഹത്തിന് നിങ്ങളില്ലാതെ എങ്ങനെ പൂർണ്ണമാകാൻ കഴിയും? നിങ്ങളെ കാത്തൊരാളുണ്ട്. ഒരു വിജയം നിങ്ങളുടെ വാതിൽക്കലുണ്ട്. എന്റെ ദിവ്യശക്തികൾ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഭവ്യതയോടെയുള്ള സ്വീകരണമായിരിക്കും. നിങ്ങളുടെ പ്രപഞ്ചം ഇപ്പോൾ ഒന്നിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ചില ദിവസങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആരും കൂടെയുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസങ്ങൾ കാണും. നിങ്ങൾ എന്നിലേക്ക് ചില പ്രാർത്ഥനകൾ അയച്ചിരുന്നു. ഞാനത് സ്വീകരിക്കുന്നു. അത് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ചില അത്ഭുതകരമായ സമ്മാനങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കും. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നും. എല്ലാം യാഥാർത്ഥ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലുണ്ടാകും. ധനവർഷമുണ്ടാകും. ഒരു കുറവും നിങ്ങളെ അലട്ടില്ല. നോക്കി നിൽക്കെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകും. എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ കർമ്മത്തിന്റെ ബലത്തിലാണ് നിങ്ങൾ ഇത്രയും ദൂരമുള്ള ഈ യാത്ര ആരംഭിച്ചത്. അത് നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചു. ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ലഭിക്കും. നിങ്ങൾ സന്തോഷങ്ങളെ ക്ഷണിക്കുന്നു. ഇതാ സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. പുഞ്ചിരിക്കൂ. പ്രപഞ്ചം നിങ്ങൾക്ക് ഈ സന്ദേശത്തിലൂടെ ഇത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കുറവുകളും നീങ്ങും. പെട്ടെന്ന് സുഖസമൃദ്ധി നിറഞ്ഞ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറും. അതേ എന്റെ കുഞ്ഞേ, പെട്ടെന്ന് നിങ്ങൾക്ക് ധനം ലഭിക്കും. അപാരമായ ധനം വർഷിക്കും. സന്തോഷം കൊണ്ടും ഉന്മേഷം കൊണ്ടും നിങ്ങളുടെ ജീവിതം നിറഞ്ഞു കവിയും. പ്രപഞ്ചം നിങ്ങളിൽ വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം അവസാനിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ നിരവധി പരീക്ഷണങ്ങൾ നൽകി. എല്ലാ പരീക്ഷണങ്ങളിലും നിങ്ങൾ വിജയിച്ചു. ഒരു പ്രക്രിയയിലൂടെ കടന്നുപോവുകയായിരുന്നു നിങ്ങൾ വളരെ ഹതാശനായിത്തീർന്നു. ഇനി ആരും കൂടെ ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു. എന്നാൽ സമയം മാറിമറിഞ്ഞു. നോക്കൂ, വിജയം നിങ്ങളുടെ വാതിൽക്കലുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർക്കുക. ആ നീതിയോടെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. സുഖം നിങ്ങളിൽ വർഷിക്കും. ദുഃഖവും ദുരിതവും തടസ്സങ്ങളുമെല്ലാം ദൂരെയകലും. മാറ്റം ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനാൽ നിങ്ങളും മാറ്റങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം കണ്ടിരിക്കുന്നു. ഇതാ, നിങ്ങളുടെ ഓരോ തെറ്റുകൾക്കും നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കുറവുകളും നീങ്ങും. പെട്ടെന്ന് സുഖസമൃദ്ധി നിറഞ്ഞ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറും. അതെ എന്റെ കുഞ്ഞെ, പെട്ടെന്ന് നിങ്ങൾക്ക് ധനം ലഭിക്കും. അപാരമായ ധനം വർഷിക്കും. സന്തോഷം കൊണ്ടും ഉന്മേഷം കൊണ്ടും നിങ്ങളുടെ ജീവിതം നിറഞ്ഞു കവിയും. പ്രപഞ്ചം നിങ്ങളിൽ വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം അവസാനിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ നിരവധി പരീക്ഷണങ്ങൾ നൽകി. എല്ലാ പരീക്ഷണങ്ങളിലും നിങ്ങൾ വിജയിച്ചു. ഒരു പ്രക്രിയയിലൂടെ കടന്നുപോവുകയായിരുന്നു നിങ്ങൾ വളരെ ഹതാശനായിത്തീർന്നു. ഇനി ആരും കൂടെയുണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു. എന്നാൽ സമയം മാറിമറിഞ്ഞു. നോക്കൂ, വിജയം നിങ്ങളുടെ വാതിൽക്കലുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർക്കുക. ആ നീതിയോടെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. സുഖം നിങ്ങളിൽ വർഷിക്കും. ദുഃഖവും ദുരിതവും തടസ്സങ്ങളും എല്ലാം ദൂരെയകലും. മാറ്റം ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനാൽ നിങ്ങളും മാറ്റങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം കണ്ടിരിക്കുന്നു. ഇതാ, നിങ്ങളുടെ ഓരോ തെറ്റുകൾക്കും നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കൂ. നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു വ്യക്തി. സമയത്തിന്റെ സാഹചര്യങ്ങൾ കാരണം കുറച്ചു വഷളായി ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അകന്നു പോകേണ്ടി വന്നു. സമയം അതിന്റെ വേഗതയിൽ നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വേഗത കൂട്ടിയിരിക്കുന്നു. നോക്കൂ, എത്ര സുഹൃത്തുക്കളാണ് പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടത്. എത്രയധികം കാര്യങ്ങളാണ് പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ സമയം നിങ്ങൾക്ക് മറ്റൊരവസരം കൂടി നൽകാൻ പോവുകയാണ്. വിജയത്തിന്റെ ഒരു പുതിയ കാലഘട്ടം നിങ്ങൾ കാണും. പഴയകാലത്ത് വേർപിരിഞ്ഞ സുഹൃത്തുക്കൾ പെട്ടെന്ന് ജീവിതത്തിൽ ഉൾച്ചേരും. നോക്കി നിൽക്കെ എല്ലാം മാറിമറിയും. എങ്ങനെയെന്നാൽ നിങ്ങൾക്കായി ഒരു സന്തോഷകരമായ പ്രഭാതം ഉദയം ചെയ്യുകയാണ് എന്ന് തോന്നും. എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ അത്ഭുതകരമാണ്. നിങ്ങളുടെ ജീവിതവും നിങ്ങൾ അത്ഭുതകരമായ രീതിയിൽ നയിക്കുന്നു. ആരും നിങ്ങളുടെ കൂടെ നിൽക്കാത്തപ്പോൾ നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവനെ, ഭയപ്പെടേണ്ടതില്ല.
നിങ്ങളുടെ ഓരോ സാഹചര്യത്തിലും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. സമയത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ കർമ്മത്തിന്റെ ഉചിതമായ ഫലം നിങ്ങൾക്ക് ലഭിക്കും. വിജയം നേടൂ. യൂണിവേഴ്സിന്റെ ഈ ദിവ്യ അലൗകിക സന്ദേശം ഈ നിമിഷം നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിലൂടെയും കടന്നുപോവുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവനെ, ഇത് യാദൃച്ഛികമല്ല. ഇത് പരമപിതാവായ ഈശ്വരന്റെ ഇഷ്ടമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കഠിനമായ സാഹചര്യങ്ങളിലും നിങ്ങൾ തോറ്റുകൊടുത്തില്ല. നിങ്ങൾ അസ്വസ്ഥനാകുന്നില്ല. വരൂ എന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ നിങ്ങൾക്ക് പുതിയ വഴി കാണിച്ചുതരാം. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ മുന്നോട്ടു പോയത് എന്നെനിക്കറിയാം. എനിക്കറിയാം, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വഴികളിലെ എല്ലാ തടസ്സങ്ങളും ഉടൻ തന്നെ ദൂരെയകറ്റും അവസാനിപ്പിക്കും. ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇനി നിങ്ങളെ അലട്ടില്ല. നോക്കി നിൽക്കെ നിങ്ങൾ തടസ്സങ്ങളിൽ നിന്ന് മുക്തനായിത്തീരും. എന്റെ കുഞ്ഞെ, ആഘോഷിക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കൂ. സന്തോഷത്തിന്റെ ദിവസങ്ങളെത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളിലേക്ക് ചില ശുഭസൂചനകൾ അയച്ചിട്ടുണ്ട്. ഇന്നു മുതൽ അടുത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ദിവസങ്ങളായിരിക്കും. ഇതുവരെ നേടിയെടുക്കാത്തതുപോലും ഈ ദിവസങ്ങൾക്കുള്ളിൽ നേടിയെടുക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. ചില സന്തോഷകരമായ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. പിണങ്ങിപ്പോയ ചില പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. ആരെയാണോ നിങ്ങൾ സ്നേഹിച്ചിരുന്നത്, ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയെങ്കിൽ ഈ ദിവസങ്ങൾക്കുള്ളിൽ ആ വ്യക്തിയെയും നിങ്ങൾ കണ്ടുമുട്ടും. ബന്ധങ്ങൾ മുന്നോട്ടു പോകും. വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന കുറവുകൾ ഇപ്പോൾ അവസാനിക്കും. ധനത്തിന്റെ പ്രവാചകത്വം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. എല്ലാ ഭാഗത്തുനിന്നും സന്തോഷം തന്നെയായിരിക്കും. നിരന്തരം നിങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞിരുന്നവരും ഇനി നിങ്ങളുടെ പ്രശംസകൾ പാടും. ശത്രുക്കളും ഇനി മിത്രങ്ങളായി മാറും. ഇത്രയും സന്തോഷകരമായ ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. മാനോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഇനി ജീവിതത്തിൽ യാതൊരു കുറവുകളും ഉണ്ടാകില്ല. സുഖത്തിന്റെ ദിവസങ്ങൾ എത്തിയിരിക്കുന്നു. ആരിൽ നിന്നാണോ നിങ്ങൾ വേർപിരിഞ്ഞത്, ആ വ്യക്തിയിൽ നിന്ന് വേർപിരിഞ്ഞ് നിങ്ങളുടെ മനസ്സ് ദുഃഖിതമായിരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് വലിയ വിജയം കൈവരിക്കുക എന്ന് വിഷമിച്ചിരുന്നത്, ഇതാ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ കാലഘട്ടവും കടന്നുപോയി. ഇനിയെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്വന്തമാകും. കുറഞ്ഞ പ്രയത്നത്തിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ ഫലം ലഭിക്കാൻ സാധിക്കും. എവിടെയാണോ ആളുകൾ നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണീർ നിറച്ചുവിട്ടിരുന്നത്, അവർ തന്നെ ഇനി നിങ്ങളുടെ മുന്നിൽ സൗഹൃദത്തിന്റെ കൈനീട്ടും. ഉള്ളിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ശക്തനായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും പെട്ടെന്ന് അവസാനിക്കും. യാതൊരു കുറവുകളും ബാക്കിയുണ്ടാകില്ല. നിങ്ങളുടെ ശത്രുക്കൾ ഇനി ബാക്കിയുണ്ടാകില്ല. വരുന്ന മാസം നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ തരാൻ പോവുകയാണ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇത് സമയത്തിന്റെ ചക്രമാണ്. അത് നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും സുഖം, എപ്പോഴെങ്കിലും ദുഃഖം എന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. എന്റെ കുഞ്ഞെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ സന്തോഷകരമായ അധ്യായം ആരംഭിക്കുകയാണ്. ഇനിയെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. വരൂ എന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ നിങ്ങൾക്ക് പുതിയ വഴി കാണിച്ചു തരാം. നിങ്ങളൊരു കാൽവെപ്പ് മുന്നോട്ട് വയ്ക്കൂ. ഞാൻ നിങ്ങളുടെ വിജയം ഉറപ്പാക്കാം. ഇനി ഭയപ്പെടേണ്ടതില്ല, മറിച്ച് ആഘോഷിക്കാനുള്ള സമയമാണ്. ഈ മാസം നിങ്ങൾ ആരംഭിച്ച കാര്യങ്ങൾ തീർച്ചയായും പൂർത്തീകരിക്കപ്പെടും. ഈ മാസം അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. നോക്കൂ എന്റെ കുഞ്ഞെ, ഇനി നിങ്ങളുടെ കൈകളും വെറുതെയായിരിക്കില്ല. പരമപിതാവായ ഈശ്വരനോട് നിങ്ങൾ എന്താണോ ചോദിച്ചിരുന്നത്, അത് ഈ മാസം നിങ്ങളിൽ തീർച്ചയായും എത്തിച്ചേരും. വർഷങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന ധനക്കുറവ് ഇപ്പോൾ ധനസമൃദ്ധിയായി മാറിമറിയും. ഏത് ദുഃഖവും ഏത് യാതനയുമാണോ നിങ്ങളെ പൊതിഞ്ഞിരുന്നത്, അതിപ്പോൾ സന്തോഷങ്ങളായി മാറിമറിയും. നിങ്ങളുടെ വിമർശകർ പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളായി മാറും.